യെസ്, പ്രതിയെ അല്പസമയത്തിനകം തന്നെ ആലുവ പോലീസ് ക്ലബിൽ എത്തിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. അവിടെ നിന്ന് തിരിച്ചിരിക്കുന്നു അതെന്നുള്ള ആദ്യ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പാലിയക്കര പാസ് ചെയ്തിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. യെസ്, പ്രതി അല്പസമയത്തിനകം തന്നെ ആലുവ പോലീസ് ക്ലബിൽ എത്തിക്കും. അവിടെ നിന്നും രഹസ്യ കേന്ദ്രത്തിൽ നേരത്തെ ചോദ്യം ചെയ്യുകയായിരുന്നു. അവിടെ നിന്നും പുറപ്പെട്ടിരിക്കുന്നു. അവിടെ നിന്നുള്ള ആദ്യ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിയെയും കൊണ്ട് ആലുവ പോലീസ് ക്ലബിലേക്ക് തിരിക്കുന്ന ദൃശ്യങ്ങൾ, പാലിയേക്കരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ പകർത്തി ഇപ്പോൾ പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത്. ദിൽജിത്ത് ചേർന്നുണ്ട് വിവരങ്ങളുമായി. ദിൽജിത്ത്, സൗമ്യ, കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ പ്രതിയെ ആദ്യം പാലക്കാടാണ് എത്തിച്ചത്. തുടർന്ന് തൃശൂർ ജില്ലയിലെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചോദ്യം ചെയ്യൽ തുടർന്നു വരികയായിരുന്നു. ഇന്ന് ഉച്ചവരെ ADGP സന്ധ്യയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ തുടർന്നുവെന്നാണ് ഇപ്പോൾ അവസാന മണിക്കൂറുകളിൽ ലഭിക്കുന്ന വിവരം. തൃശൂർ ജില്ലയിലെ പ്രധാന പോലീസ് കേന്ദ്രങ്ങളിൽ നിന്ന് മാറ്റി നിർത്തി രഹസ്യ കേന്ദ്രങ്ങളിൽ, ഗ്രാമപ്രദേശങ്ങളിലേക്ക് രഹസ്യ കേന്ദ്രങ്ങളിലാണ് ഇത്ര നേരവും ചോദ്യം ചെയ്യൽ തുടർന്നു വന്നത്. ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വരെ ADGP B സന്ധ്യയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് ഈ പ്രതിയെ ചോദ്യം ചെയ്തതെന്നും ഉച്ചയ്ക്ക് ശേഷം സന്ധ്യ എറണാകുളം ജില്ലയിലേക്ക് പോയതായും വിവരം പുറത്തു വന്നു. തുടർന്നാണ് മാധ്യമപ്രവർത്തകർ പ്രതിക്കായുള്ള അന്വേഷണം ആരംഭിച്ചത്. തുടർന്ന് പാലിയേക്കര ടോൾ പ്ലാസയിൽ പ്രതിയെ കൊണ്ടുപോകും, ഇതുവഴി കൊണ്ടുപോകും എന്നുള്ള വിവരം ലഭിച്ചതിനെ തുടർന്ന് ഇവിടെ മാധ്യമപ്രവർത്തകർ കാത്തു നിൽക്കുകയായിരുന്നു. അല്പസമയം മുമ്പാണ് 3 വാഹനങ്ങളുടെ അകമ്പടിയോടുകൂടി 3 വാഹനങ്ങളിൽ നടുവിലുള്ള വാഹനത്തിൽ ഇരുത്തി കറുത്ത മുഖംമൂടി അണിയിച്ചുകൊണ്ടാണ് പ്രതിയെ ഇപ്പോൾ പാലിയേക്കര ടോൾ പ്ലാസ വഴി എറണാകുളം ഭാഗത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. എറണാകുളം ആലുവ ഭാഗത്തേക്കാണ് കൊണ്ടുപോകുന്നത് എന്നാണ് സൂചന. ഏതായാലും നിരന്തരമുള്ള ചോദ്യം ചെയ്യൽ രഹസ്യമായി, അതീവ രഹസ്യമായി പ്രധാന പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം വിട്ടുകൊണ്ട് ഗ്രാമപ്രദേശങ്ങളിലെ രഹസ്യ കേന്ദ്രങ്ങളിൽ നടന്ന ചോദ്യം ചെയ്യലിന് ശേഷമാണ് ഇപ്പോൾ പ്രതിയെ ആലുവ ഭാഗത്തേക്ക് കൊണ്ടുപോയിരിക്കുന്നത്. സൗമ്യ, ഒരുപക്ഷെ ദിൽജിത്ത് പറഞ്ഞതുപോലെ ആണെങ്കിൽ തൃശൂർ പാലക്കാട് ഭാഗത്ത് വെച്ചായിരുന്നു ഇയാൾ പിടിയിലായത്. അതുകൊണ്ട് തന്നെയാണ് തൃശൂരിലെ രഹസ്യ കേന്ദ്രത്തിൽ, നേരത്തെ എറണാകുളത്ത് രഹസ്യ കേന്ദ്രത്തിലാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളായിരുന്നു വന്നിരുന്നത്. തൃശൂരിലായിരുന്നു ഇയാളെ ചോദ്യം ചെയ്തുകൊണ്ടിരുന്നത് തുടങ്ങിയ കാര്യങ്ങളാണോ വ്യക്തമാകുന്നത്? തീർച്ചയായും സൗമ്യ, 2 തരത്തിലുള്ള വിവരങ്ങൾ, ഇയാൾ പിടിയിലായതിനെ സംബന്ധിച്ച് 2 തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. ഒന്ന്, തമിഴ്നാട്ടിൽ നിന്ന് പിടിച്ച ശേഷം ആദ്യഘട്ടത്തിൽ പാലക്കാട് കൊണ്ടുവന്ന പ്രാഥമിക തെളിവെടുപ്പ് നടത്തുകയും പരിശോധനകൾ നടത്തുകയും ആദ്യഘട്ടത്തിലെ ചോദ്യം ചെയ്യൽ പാലക്കാട് പോലീസിന്റെ കൂടി, ജില്ലാ പോലീസിന്റെ കൂടി സഹായത്തോടു കൂടി നടത്തിയ ശേഷമാണ് തൃശൂരിൽ എത്തിച്ചതെന്ന് ഒരു വിവരമുണ്ട്. അതല്ല, തൃശൂർ പാലക്കാട് ജില്ലകളുടെ അതിർത്തിയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത ശേഷം ആദ്യം തൃശൂർ ജില്ലാ ആസ്ഥാനത്ത് എത്തിച്ച് ചോദ്യം ചെയ്തു. പിന്നീട് പ്രധാന ജില്ലാ കേന്ദ്രങ്ങൾ, പ്രധാന പോലീസ് കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം വിട്ട് കേസുമായി മുതിർന്ന നേരിട്ട് ബന്ധമുള്ള അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിൽ മാത്രം തൃശൂർ നഗരപ്രദേശം വിട്ട് ഗ്രാമപ്രദേശങ്ങളിലെ ചില പോലീസിന്റെ രഹസ്യ സംഘടനകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണമാണ്, ചോദ്യം ചെയ്യലാണ് ഇത്ര നേരം തുടർന്നു വന്നത് എന്നാണ് മറ്റുള്ള വിവരം. ഏതായാലും രണ്ടാമത് ലഭിച്ച പറഞ്ഞ സൂചനകളിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത്. പ്രത്യേകിച്ച് ഇത്ര നേരം ഇന്ന് ഉച്ചവരെ ADGP B സന്ധ്യയുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്യൽ തുടർന്നു എന്നുള്ള വിവരം അവസാന നിമിഷം വരെ പുറത്തു വരുമ്പോൾ ഇത്തരത്തിൽ പ്രതി തൃശൂർ ജില്ലയിൽ ഉണ്ട് എന്നതിന് യാതൊരു വിധത്തിലുള്ള സൂചനകളും പോലീസുമായുള്ള അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭ്യമായിരുന്നില്ല. ഇപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ADGP B സന്ധ്യ തൃശൂരിൽ നിന്നും എറണാകുളത്തേക്ക് യാത്ര പുറപ്പെട്ട ശേഷം മാത്രമാണ് ഇത്തരത്തിൽ പ്രതി തൃശൂർ ജില്ലയിൽ ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നത് സംബന്ധിച്ചുള്ള വ്യക്തമായ സൂചനകൾ പുറത്തു വരാൻ തുടങ്ങിയത്. തുടർന്നാണ് മാധ്യമപ്രവർത്തകർ ഇത്തരത്തിൽ പ്രതിയെ ഇന്ന് തന്നെ ആലുവയിലേക്ക് അല്ലെങ്കിൽ പെരുമ്പാവൂരിലേക്ക് കൊണ്ടുപോയേക്കുമെന്നൊരു സൂചന ലഭിച്ചതിനെ തുടർന്ന് പ്രതിക്കായുള്ള കാത്തുനിൽപ്പ് ആരംഭിച്ചത്. തുടർന്നാണ് അല്പസമയം മുമ്പ് പാലിയേക്കര ടോൾ പ്ലാസ വഴി പ്രതിയെ വഹിച്ചുകൊണ്ടുള്ള വാഹനങ്ങൾ കടന്നുപോയത്. 3 വാഹനങ്ങളിൽ ആയാണ് കൊണ്ടുപോയത്. 3 വാഹനങ്ങളിൽ നടുക്കുള്ള വാഹനത്തിൽ കറുത്ത മുഖംമൂടി അണിഞ്ഞ് 3 സീറ്റുകളിൽ നടുവിലുള്ള സീറ്റിൽ ഇരുത്തിയാണ് പ്രതിയെ ഇപ്പോൾ കൊണ്ടുപോയിരിക്കുന്നത്. അല്പസമയത്തിനകം പെരുമ്പാവൂർ അല്ലെങ്കിൽ ആലുവ ഭാഗത്തുള്ള ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലേക്ക് പ്രതി എത്തിച്ച് അവിടെയും വിശദമായ ചോദ്യം ചെയ്യൽ തുടരും എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചന. യെസ്, ജിഷയുടെ കൊലപാതകയുടെ ആദ്യ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തൃശൂരിലെ രഹസ്യ കേന്ദ്രത്തിൽ ഇയാളെ ചോദ്യം ചെയ്യുകയായിരുന്നു. അതിനുശേഷം ഇപ്പോൾ എറണാകുളത്തേക്ക് തിരിച്ചിരിക്കുകയാണ്. ആലുവ പോലീസ് ക്ലബിലേക്ക് ഇയാളെ എത്തിക്കും എന്നതാണ് അറിയാൻ കഴിയുന്നത്. 4:50 അവിടെ എത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. പാലിയേക്കരയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിയുടെ ആദ്യ ദൃശ്യങ്ങൾ, അതീവ രഹസ്യമായാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരു പക്ഷേ ദിൽജിത്ത്, വലിയ ഒരു പോലീസ് അകമ്പടിയില്ല, 3 വാഹനങ്ങൾ മാത്രം, ഒരു സപ്പോർട്ടിനായി 3 വാഹനങ്ങൾ മാത്രം ആണ് ഉള്ളത്. ഒരുപക്ഷെ ആദ്യം മുതൽക്കേ തന്നെ ഇയാളെ ചോദ്യം ചെയ്ത് അടക്കമുള്ള കാര്യങ്ങളിൽ സ്വീകരിച്ച ഈ ഒരു രഹസ്യ സ്വഭാവം തന്നെ ആയിരിക്കും ഉണ്ടാകുന്നത്. അതിന്റെ ഒരു സൂചനകൾ തന്നെയാണോ ഇത്?
സൗമ്യ, തീർച്ചയായും 2 ദിവസത്തിലധികമായി പ്രതി കസ്റ്റഡിയിലായിട്ട് ഈ കസ്റ്റഡിയിലായ പ്രതി കസ്റ്റഡിയിലായിട്ടുണ്ട് എന്ന വിവരം പോലും പുറത്ത് അറിഞ്ഞിരുന്നില്ല. ഇന്ന് മാത്രമാണ് ഇത്തരത്തിൽ പ്രതി കസ്റ്റഡിയിലായി എന്നുള്ള തരത്തിലുള്ള സൂചനകൾ പുറത്തു വന്നത്. രഹസ്യമായുള്ള ചോദ്യം ചെയ്യൽ നടന്നുവെന്ന് പ്രത്യേകിച്ച് ആദ്യ ഈ 2 സൂചനകളുണ്ട്. തമിഴ്നാട്ടിൽ നിന്നോ അല്ലെങ്കിൽ തൃശൂർ പാലക്കാട് ജില്ലകളുടെ അതിർത്തിയിൽ നിന്നോ പിടിച്ച പ്രതിയെ ഈ 2 ദിവസമായി തുടർച്ചയായി ചോദ്യം ചെയ്ത് വന്നപ്പോഴും ഇതിന്റെ വിശദാംശങ്ങളെല്ലാം തന്നെ അതീവ രഹസ്യമായി കാത്തു സൂക്ഷിക്കാൻ പോലീസ് പ്രത്യേകിച്ച് കേസുമായി നേരിട്ട് ബന്ധപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ADGP ബി സന്ധ്യ അടക്കമുള്ള ഉദ്യോഗസ്ഥരുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിലും നേതൃത്വത്തിലുമായിരുന്നു ചോദ്യം ചെയ്യൽ നടന്നു വന്നത്. പ്രത്യേകിച്ച് താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥരെ നേരിട്ട് ഈ പ്രതിയുമായുള്ള സമ്പർക്കം പുലർത്തുന്നതിൽ നിന്ന് വിലക്ക് കൽപ്പിച്ചിരുന്നു എന്ന് തന്നെ കരുതിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ കേസ് അതിസങ്കീർണമായ കേസ്, ആദ്യഘട്ടത്തിൽ പോലീസിന് നിരവധി വീഴ്ചകൾ പറ്റിയിട്ടുള്ള കേസ്. ആ കേസിൽ പ്രതിയെ പിടിയിലാകുമ്പോൾ അതിന്റെ എല്ലാ തരത്തിലുള്ള തെളിവുകളും ശാസ്ത്രീയ പരിശോധനകളും എല്ലാം തന്നെ നടത്തിയ ശേഷമാകണം പ്രതിയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തു വരേണ്ടത് എന്നതോടൊപ്പം തന്നെ തൃശ്ശൂരിൽ എത്തിച്ച ശേഷമാണ് DNA സാമ്പിൾ അടക്കമുള്ള കാര്യങ്ങൾ ശേഖരിച്ച് തൃശ്ശൂരിൽ നിന്ന് തന്നെ നേരിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചിട്ടാകണം DNA പരിശോധന നടത്തിയിട്ടുണ്ടാവുക എന്ന് തന്നെയോട് ഇതിന് മനസ്സിലാകണം ഇപ്പോഴും എത്തിച്ചേരേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഉച്ചയ്ക്ക് വരെ ADGP ബി സന്ധ്യ നേരിട്ട് ചോദ്യം ചെയ്യുന്നതടക്കമുള്ള വിവരങ്ങൾ, തൃശ്ശൂർ ജില്ലയിൽ ഈ പ്രതിയെ ചോദ്യം ചെയ്യുന്നതടക്കമുള്ള വിവരങ്ങൾ പുറത്തേക്ക് അറിയാൻ ഇത്രയേറെ വൈകിയത്. സന്ധ്യ എറണാകുളത്തേക്ക് മടങ്ങി അവിടെ പ്രതിയെ സംബന്ധിച്ചുള്ള മാധ്യമങ്ങളുടെ പ്രതികരണം നടത്തിയ ശേഷം മാത്രമാണ് ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിൽ പ്രതി ഉണ്ട് എന്ന തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉറപ്പ് അല്ലെങ്കിൽ സൂചന മാധ്യമപ്രവർത്തകർക്ക് കിട്ടിയത്. തുടർന്നാണ് ഇത്തരത്തിൽ പാലിയേക്കര ടോൾ പ്ലാസ കേന്ദ്രീകരിച്ചുള്ള ഒരു നിരീക്ഷണം നടത്തി വന്നത്. ആ ഒരു നിരീക്ഷണത്തിനിടയിലാണ് ഇപ്പോൾ 3 വാഹനങ്ങളുടെ അകമ്പടിയോടെ പ്രതിയെ എറണാകുളം ജില്ലയിലേക്ക് കൊണ്ടുപോകുന്നതായുള്ള ദൃശ്യങ്ങൾ നമുക്ക് ലഭിച്ചത്. ഏതായാലും അല്പസമയത്തിനകം പെരുമ്പാവൂരോ അല്ലെങ്കിൽ ആലുവയിലോ പ്രതിയെ എത്തിച്ച് വീണ്ടും നടപടികൾ തുടരും എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. യെസ് ദിൽജിത്ത്, ഏതായാലും ആ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രതിയുടെ ആദ്യ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത്. തൃശ്ശൂരിലെ രഹസ്യ കേന്ദ്രത്തിലായിരുന്നു ഇയാളെ എത്തിച്ച് ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരുന്നത്. 3 ദിവസം മുൻപാണ് ഇയാൾ പിടിയിലായത്. വളരെ രഹസ്യമായി തന്നെയായിരുന്നു കാര്യങ്ങൾ, ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങൾ, മറ്റ് തെളിവുകൾ ശേഖരിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളുമായി പോലീസ് മുൻപോട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ അല്പസമയത്തിനകം 4:50 ആലുവ പോലീസ് ക്ലബിൽ എത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ദിൽജിത്ത്, ഇനിയിപ്പോൾ മൊഴി തന്നവർക്ക് മുൻപിൽ എത്തിച്ച് തെളിവെടുക്കൽ, അതായത് തിരിച്ചറിയൽ പരേഡ് നടത്തും എന്നതായിരുന്നു നേരത്തെ പുറത്തു വന്നിരുന്ന റിപ്പോർട്ടുകൾ. അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ഒരു നീക്കമായിരിക്കുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. തീർച്ചയായും ഈ രാവിലെ പുറത്തു വന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിസരത്ത് നിന്ന് ജിഷയുടെ വീടിന്റെ പരിസരത്ത് നിന്ന് ലഭിച്ച ചെരുപ്പ്, ആ ചെരുപ്പിന്റെ ഉടമയെ കേന്ദ്രീകരിച്ചുള്ള ഒരു അന്വേഷണമാണ് ഇത്തരത്തിൽ പ്രതിയിലേക്ക് എത്തിച്ചേർന്നത്. അതുകൊണ്ട് തന്നെ ഈ ചെരുപ്പിന്റെ ഉടമ തന്നെയാണോ ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഈ പ്രതിയെ ആ സംഭവ സ്ഥലത്ത് എത്തിച്ച് ഈ തെളിവുകളായി ശേഖരിച്ചിട്ടുള്ള വസ്തുക്കൾ നേരിട്ട് കാണിച്ച് അവ തിരിച്ചറിയുന്നുണ്ടോ, അല്ലെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ചില ദൃക്സാക്ഷികൾ, ചില ആളുകൾ ഇയാളെ കണ്ടിരുന്നു ജിഷയ്ക്കൊപ്പം, അല്ലെങ്കിൽ ജിഷയുടെ വീടിന്റെ പരിസരത്ത് ഇത്തരത്തിലൊരാളെ കണ്ടിരുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ദൃക്സാക്ഷികൾ നിരവധി പേരുണ്ട്. അവരെ കൂടി ഇയാളെ കാണിച്ച് തിരിച്ചറിയാനുള്ള ശ്രമങ്ങൾ ഉണ്ടാവും. അതോടൊപ്പം തന്നെ മറ്റ് ചില ശാസ്ത്രീയമായ തെളിവുകൾ പോലീസിന് ഇപ്പോൾ തന്നെ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പിടിയിലായ സാഹചര്യത്തിൽ ഒളിവിലിരിക്കെ തന്നെ തൃശ്ശൂരിലോ പാലക്കാടോ വെച്ച് തന്നെ പ്രതിയുടെ DNA സാമ്പിളുകൾ ശേഖരിച്ച് അത് തിരുവനന്തപുരത്തേക്ക് അയച്ച് അത് ഇവിടെ വീട്ടിൽ നിന്നും കണ്ടെടുത്ത DNA സാമ്പിളുമായി ഒത്തുചേർന്ന് അത് യോജിക്കുന്നതാണ് എന്ന തരത്തിലുള്ള പരിശോധനാ ഫലങ്ങൾ കൂടി, ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ കൂടി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ചില നാമമാത്രമായ അല്ലെങ്കിൽ വളരെ ചുരുക്കം ചില നടപടികൾ മാത്രമാണ് അവശേഷിക്കുന്നത്. പ്രതിയെ പ്രത്യേകിച്ച് CCTV ക്യാമറയിലെ ദൃശ്യങ്ങളടക്കം ഒരുപോലെയാണ്, സാമ്യതയുണ്ട് എന്ന തരത്തിലുള്ള നിരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. അതോടൊപ്പം ഈ മറ്റ് സാഹചര്യ തെളിവുകൾ കൂടി അനുകൂലമാക്കാൻ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരിശോധനകൾ മാത്രമാണ് ഇനി നടക്കേണ്ടത്. അതുകൊണ്ട് തന്നെ അവ ഇന്ന് അല്ലെങ്കിൽ നാളെയോടുകൂടി തന്നെ പൂർത്തിയാക്കാമെന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് പ്രാഥമിക പൂർത്തിയായ ശേഷം ഇപ്പോൾ എറണാകുളം ജില്ലയിലേക്ക് പ്രതിയെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. യെസ്, ദിൽജിത്താണ് വിവരങ്ങൾ നൽകിയത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പ്രതിയുടെ ആദ്യ ദൃശ്യങ്ങളാണ്. 3 ദിവസം മുൻപ് പിടിയിലായ അസം സ്വദേശിയുടെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇയാളെ തൃശ്ശൂരിലെ രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയായിരുന്നു. അതിനുശേഷം
പോലീസ് ക്ലബിലേക്ക് കൊണ്ടുപോകാനുള്ള യാത്രക്കിടയിലാണ് ഈ ദൃശ്യങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുള്ളത്. 4:50 ആലുവ പോലീസ് ക്ലബിൽ എത്തിച്ചേരുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. 3 വാഹനങ്ങളിലായാണ് പോലീസ് പോകുന്നത്. ഇതിലെ നടുക്കുള്ള വാഹനത്തിൽ തലയിൽ കറുത്ത തുണി കൊണ്ട് പുതച്ച് ആണ് ഇയാളെ കൊണ്ടുപോകുന്നത്. ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് പ്രതിയുടെ രൂപം. ഇപ്പോൾ ഉമേഷ് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഉമേഷ്, അവിടെ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? സമയത്തിനകം തന്നെ ആലുവ പോലീസ് ക്ലബിലേക്ക് പ്രതിയെ എത്തിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. അധികം വൈകാതെ തന്നെ പ്രതിയെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരും. ഇതിനിടെ പോലീസ് പ്രാഥമികമായ ചോദ്യം ചെയ്യൽ നടത്തിയതിൽ നിന്ന് പല നിർണായക വിവരങ്ങളും പോലീസിന് ലഭിക്കുകയുണ്ടായി. പ്രതി കുറ്റം സമ്മതിച്ചു എന്നുള്ളത് നേരത്തെ തന്നെ ബോധ്യപ്പെട്ട കാര്യമാണ്. കൊലപാതകം ചെയ്ത രീതി സംബന്ധിച്ച് ചില കാര്യങ്ങൾ കൂടി പോലീസിന് വിവരങ്ങൾ ലഭിക്കുകയുണ്ടായി. പ്രത്യേകിച്ചും ഇയാളെ പിടികൂടിയത് തമിഴ്നാട്ടിലെ കാഞ്ചീപുരത്ത് നിന്നാണ് എന്നുള്ള വിവരമാണ് ഉള്ളത്. ഇതിനുശേഷം പ്രതിയെ വിശദമായി ചോദ്യം ചെയ്തു. ഈ ചോദ്യം ചെയ്യലിൽ ഇയാൾ ഈ കൊലപാതക ദിവസം ജിഷയുമായി വഴക്കുണ്ടാവുകയും പിന്നീട് മർദ്ദിച്ച് കൊലപ്പെടുത്തുകയും ചെയ്തു. ഈ മരണസമയത്ത് ജിഷ വെള്ളം ചോദിക്കുകയുണ്ടായി. എന്നാൽ ഈ വെള്ളത്തിന് പകരം മദ്യമാണ് ഇയാൾ നൽകിയിരുന്നത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്, ഈ ചോദ്യം ചെയ്യലിൽ പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം മാനഭംഗ ശ്രമം ഉണ്ടായി. എന്നാൽ അത് നടക്കാത്ത സാഹചര്യത്തിൽ മൂർച്ചയുള്ള ആയുധം കൊണ്ട് ജനനേന്ദ്രിയം കുത്തിക്കീറി എന്നുള്ള വിവരം കൂടി പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ പ്രതി അക്കാര്യങ്ങളെല്ലാം തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ കൃത്യം നിർവഹിച്ച ശേഷം നേരെ ഇയാൾ കനാലിൽ, വീടിന് പുറത്തിറങ്ങി കനാലിൽ കൈകാലുകൾ കഴുകുകയും തുടർന്ന് സിം കാർഡ് ഉപേക്ഷിച്ച് ആസാമിലേക്ക് കടന്നു കളയുമായിരുന്നു എന്നുള്ളതാണ് ഈ പ്രാഥമിക ചോദ്യം ചെയ്യലിൽ നിന്നും പോലീസിന് ലഭിച്ച വിവരം. ഇതോടുകൂടി തന്നെ പ്രതിയെ ഏതാണ്ട് പോലീസിന് സ്ഥിരീകരിച്ച ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇതുകൂടാതെ മറ്റ് CCTV ദൃശ്യങ്ങളും അത്തരത്തിലുള്ള ദൃശ്യങ്ങളും പോലീസ് പരിശോധിക്കുകയുണ്ടായി. ഇത്തരത്തിൽ സമഗ്രമായ തെളിവ് ശേഖരണത്തിനും ചോദ്യം ചെയ്യലിനും ഒടുവിലാണ് ഇയാൾ തന്നെയാണ് പ്രതിയെന്ന്, 3 ദിവസത്തെ ചോദ്യം ചെയ്യലിന് ഇയാൾ തന്നെയാണ് പ്രതിയെന്ന് മനസ്സിലായിട്ടുള്ളത്. നേരത്തെ ദിൽജിത്ത് സൂചിപ്പിച്ചതുപോലെ പാലിയേക്കരയിൽ നിന്നും പ്രതിയെ അവിടെ നിന്ന് പോകുന്ന കുറേ നേരമായി എന്ന് ദിൽജിത്ത് പറയുകയുണ്ടായി. അതുകൊണ്ട് തന്നെ അല്പസമയത്തിനകം തന്നെ ആലുവ പോലീസ് ക്ലബിൽ എത്തിക്കും. നേരത്തെ എവിടെയാണ് പ്രതിയെ കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ ഒരു ആശയക്കുഴപ്പമുണ്ടായിരുന്നു. എന്നാൽ വളരെ നേരത്തെ തന്നെ ആലുവ പോലീസ് ക്ലബിൽ ഈ അന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച ADGP B സന്ധ്യ അടക്കമുള്ളവർ ആലുവ പോലീസ് ക്ലബിൽ വളരെ നേരത്തെ തന്നെ എത്തിയിരുന്നു. ഇതുകൂടാതെ അന്വേഷണ സംഘത്തിലെ മുഴുവൻ പേരും ഇപ്പോൾ ആലുവ പോലീസ് ക്ലബിൽ തന്നെയാണുള്ളത്. അതുകൊണ്ട് തന്നെ പ്രതിയെ അല്പസമയത്തിനകം തന്നെ ഈ ആലുവ പോലീസ് ക്ലബിൽ എത്തിക്കും എന്നുള്ളത് തന്നെയാണ് നമുക്ക് പങ്കുവയ്ക്കാൻ കഴിയുന്നത്. ഒരുപക്ഷെ ഉമേഷ്, കാര്യങ്ങൾ ഒന്നുകൂടി വ്യക്തമാവുകയാണ്. ആദ്യം സ്ഥിരീകരിച്ച റിപ്പോർട്ടുകൾ പലതും ഉണ്ടായിരുന്നുവെങ്കിൽ കൂടി എന്താണ് കാരണം, എങ്ങനെയാണ് കൊലപാതകം നടന്നത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ ചില വ്യക്തത കൂടി വരേണ്ടതുണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ കൂടുതൽ കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നു. കൊലപ്പെടുത്തിയതിന് പിന്നിൽ മുൻ വൈരാഗ്യമാണ് ഉള്ളത് അടക്കമുള്ള കാര്യങ്ങളിൽ. ഇത്തരം കാര്യങ്ങളൊക്കെ ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ വാക്കുതർക്കമുണ്ടാവുകയും പിന്നീട് വലിയ മർദ്ദിച്ച ശേഷം ജിഷയെ കൊലപ്പെടുത്തുകയുമായിരുന്നു എന്നുള്ളതാണ് പ്രാഥമിക ചോദ്യം ചെയ്യലിൽ വ്യക്തമായിരിക്കുന്നത്. ഇതിനുശേഷം ജിഷ വെള്ളം ചോദിച്ചു, എന്നാൽ ആ വെള്ളത്തിന് പകരം മദ്യമാണ് നൽകിയത്. നേരത്തെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരത്തിലുണ്ടായിരുന്നു. കാരണം മദ്യം അകത്ത് ചെന്നിരുന്നതായി തെളിഞ്ഞിരുന്നു. ഇപ്പോഴാണ് അതിൻ്റെ കാരണം വ്യക്തമാകുന്നത്. കാരണം ഈ പ്രതി വെള്ളത്തിന് പകരം മദ്യമാണ് നൽകിയിരുന്നത് എന്നാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിൽ ആ കാര്യം കൂടുതൽ വ്യക്തത വന്നിരിക്കുന്നു. ഇതിനുശേഷം മാനഭംഗ ശ്രമം ഉണ്ടായി. എന്നാൽ അത് നടക്കാതെ വന്നപ്പോഴാണ് ഇത്തരത്തിൽ ജനനേന്ദ്രിയം കുത്തിക്കീറുന്നത് ഉൾപ്പെടെ, മൂർച്ചയുള്ള ആയുധം ഉപയോഗിച്ച് കുത്തിക്കീറുന്നത് ഉൾപ്പെടെയുള്ള ക്രൂരകൃത്യം നിർവഹിച്ചത് എന്നും പ്രതി സമ്മതിക്കുകയുണ്ടായി. എന്തായാലും ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പോലീസ് തന്നെ പങ്കുവെക്കേണ്ടതുണ്ട്. അതിൻ്റെ പ്രാഥമിക ചോദ്യം ചെയ്യലിലാണ് പ്രതി ഇക്കാര്യങ്ങളെല്ലാം പോലീസിനോട് സമ്മതിച്ചിട്ടുള്ളത്. ഇതിനുശേഷം ഈ കൃത്യം നിർവഹിച്ച ശേഷം ഇയാൾ സിം കാർഡ് ഉപേക്ഷിച്ച നേരെ ആസാമിലേക്ക് പോവുകയായിരുന്നു എന്നുള്ള വിവരവും പോലീസിന് ലഭിച്ചിരുന്നു. പിന്നീട് ശാസ്ത്രീയമായ രീതിയിൽ പുതിയ അന്വേഷണ സംഘം വന്ന ശേഷം ശാസ്ത്രീയമായ രീതിയിലുള്ള അന്വേഷണത്തിലൊടുവിലാണ് ഈ പ്രതി ഇപ്പോൾ വലയിലായിരിക്കുന്നത്. ഇനി എന്തു തന്നെയായാലും കൂടുതൽ ചോദ്യം ചെയ്യലുകളും തെളിവെടുപ്പും ബാക്കിയാണ്. അതിന് ആദ്യം അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള നടപടിക്രമമാണുള്ളത്. അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം കോടതിയിൽ ഹാജരാക്കണം. കോടതിയിൽ നിന്നാണ് പിന്നീട് കസ്റ്റഡി അപേക്ഷ സമർപ്പിച്ച് പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷം തെളിവെടുപ്പിന് കൊണ്ടുപോകാൻ കഴിയുക.
തീരുകയുള്ളൂ. ഈ തെളിവെടുപ്പ് സമയത്ത് പ്രതി വളരെ വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ പോലീസിനോട് പറയും. ഇപ്പോൾ അതിൻ്റെ പ്രാഥമികമായ വിവരങ്ങൾ മാത്രമാണ് പോലീസിനോട് പങ്കുവച്ചിട്ടുള്ളത്. ആലുവ പോലീസ് ക്ലബ്ബിലേക്ക് അല്പസമയത്തിനകം തന്നെ പ്രതിയെത്തും. ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം തന്നെ അകത്തുണ്ട്. പ്രതിയെ മാത്രമല്ല, ഈ പ്രതിയെ കൊണ്ടുവരുന്നത് കണക്കിലെടുത്ത് വലിയൊരു പോലീസ് സേനയെയും ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ പ്രതിയെ ഇവിടേക്ക് കൊണ്ടുവരും. സൗമ്യ. യെസ് ഉമേഷ്, ഇനിയുള്ള നടപടികൾ എങ്ങനെയായിരിക്കും? പ്രത്യേകിച്ച് നേരത്തെ ഫോട്ടോ കാണിച്ച് പ്രതിയെ തിരിച്ചറിയിക്കും, അമ്മയെ അടക്കം പ്രതിയുടെ ഫോട്ടോ കാണിച്ച് കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത ഉണ്ടാക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് പോലീസ് പോയിരുന്നു. അതിനുശേഷം പ്രതിയെ നേരിട്ടെത്തി തിരിച്ചറിയൽ പരേഡ് നടത്താൻ മൊഴി നൽകിയവർക്ക് മുന്നിൽ പ്രതിയെ എത്തിക്കാനുള്ളൊരു നീക്കം, ആ തരത്തിലുള്ളൊരു തീരുമാനമൊക്കെ ഉണ്ടായിരുന്നു. ഇതിന് ഇനിയിപ്പോൾ ഉള്ളൊരു സാധ്യതകളൊക്കെ എങ്ങനെയാണ്? ഏതാണ്ട് പൂർണ്ണമായും സ്ഥിരീകരിച്ച ഒരു സാഹചര്യത്തിൽ ഇനി അത് എത്രത്തോളം വേണ്ടിവരുമെന്നുള്ള കാര്യത്തിലാണ് സംശയം അവശേഷിക്കുന്നത്. കാരണം പ്രതിയെ ഏതാണ്ട് പോലീസ് ഉറപ്പിച്ചിരിക്കുന്നു. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരെല്ലാം തന്നെ ആലുവ പോലീസ് ക്ലബ്ബിലുണ്ട്. നേരത്തെയും ഇത്തരത്തിൽ സംശയം തോന്നിയ പലരെയും പോലീസ് ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയിൽ വയ്ക്കുകയും ദിവസങ്ങളോളം കസ്റ്റഡിയിൽ വെച്ച ശേഷമാണ് പലരെയും പറഞ്ഞു വിട്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ അത്തരത്തിലൊരു സാഹചര്യമല്ല ഉള്ളത്. എല്ലാ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും ഇവിടെ കേന്ദ്രീകരിച്ചിരിക്കുന്നു. പ്രതിയെ വളരെ വിശദമായി തന്നെ ചോദ്യം ചെയ്തിരിക്കുന്നു. പ്രതി കുറ്റം സംബന്ധിച്ചതായുള്ള വാർത്തകൾ വരുന്നു. കൊലപാതകം ചെയ്തത് സംബന്ധിച്ച ചില വിവരങ്ങളെല്ലാം തന്നെ പ്രതി തന്നെ സമ്മതിച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിൽ മാത്രമല്ല DNA പരിശോധന, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DNA പരിശോധനാ ഫലം അനുസരിച്ച് ഇത് ഇയാളുടേത് തന്നെയാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. ആ സാഹചര്യത്തിൽ പ്രതി ആരാണ് എന്നുള്ള കാര്യത്തിൽ പോലീസിന് വ്യക്തത വന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനി അറസ്റ്റ് രേഖപ്പെടുത്തുക എന്നുള്ള ഒരു വിഷയം മാത്രമാണ്, രേഖപ്പെടുത്തുക എന്ന നടപടിക്രമം മാത്രമാണുള്ളത്. ഈ അറസ്റ്റ് രേഖപ്പെടുത്തുന്നത് സംബന്ധിച്ചാണ് ഈ പ്രതിയെ ആലുവ പോലീസ് ക്ലബ്ബിൽ എത്തിച്ച ശേഷമായിരിക്കും അത് സംബന്ധിച്ച തീരുമാനം ഉണ്ടാവുക. ഇതിനുശേഷം ഒരുപക്ഷെ മാധ്യമങ്ങൾക്ക് മുൻപിൽ ഹാജരാക്കുകയും ഒരു വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കപ്പെടുന്നു. DGP ബോംബെയിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇങ്ങോട്ടാണോ വരുന്നത് എന്നത് സംബന്ധിച്ച സ്ഥിരീകരണമായിട്ടില്ല. എന്തുതന്നെയായാലും അറസ്റ്റ് അധികം വൈകാതെ തന്നെ രേഖപ്പെടുത്തും എന്നുള്ളതാണ് നമുക്കറിയാൻ കഴിയുന്ന വിവരം. യെസ്, ഏതായാലും പുതിയ ചില വിവരങ്ങൾ കൂടി വരുന്നത് കുറ്റസമ്മതം നടത്തിയ പ്രതി പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചുകൂടിയാണ്. പ്രതിയെ പിടികൂടിയത് കാഞ്ചീപുരത്തെ ശിങ്കടിവക്കത്ത് നിന്നാണ്. അതിനുശേഷം പാലക്കാടും തൃശ്ശൂരും എത്തിച്ചു. പിന്നീട് തൃശ്ശൂരിലെ രഹസ്യ കേന്ദ്രത്തിൽ എത്തിച്ച് ചോദ്യം ചെയ്യൽ തുടരുകയായിരുന്നു 2 ദിവസമായി.